എനിക്ക് ദിവ്യത്വമുണ്ട്, അല്ലെങ്കിൽ എന്തോ പവറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പണ്ട് ചില പുസ്തകങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരെ പോലെ തന്നെയുണ്ട് കേട്ടോ. അതൊക്കെ ഞാനങ്ങനെ, അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണള്ളി ഇങ്ങനെ കേൾക്കും. എനിക്കതിന് എതിർത്ത് പറയാനായിട്ട് ഇപ്പോൾ അവരെ ഓരോരുത്തരെയും ഞാൻ കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരും. അന്നേരമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുകളും എൻ്റെ ഫേസ്ബുക്കും ഒക്കെ വെച്ചിട്ട് ഞാൻ ടോക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അതിനകത്തൂടെയൊക്കെ ഞാൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കാറുണ്ട്. ഞാൻ ആലോചിച്ചാട്ടെ, ഞാൻ ഞാൻ പോലും അറിയാതെ ജിബിനായി മാറിയിരിക്കുന്നു ആലോചിച്ചത്. ഇപ്പോഴും ഉത്തർപ്രദേശിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഉത്തർപ്രദേശ് എന്ന് പറയണ്ട, നമ്മുടെ കേരളം വിട്ട് പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഒരുപാടുകൾ മാജിക്കുകൾ കാണിക്കുന്ന ആൾക്കാർ ദിവ്യന്മാരായിട്ട് നടത്തുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഈ ചില ആളുകൾ ഈ ട്രിക്സ് റിവീൽ ചെയ്യുന്നത് തന്നെ ഒരു പാഷനാക്കി എടുത്ത ആളുകളുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇന്ന ആൾക്കാർ ചെയ്ത് നമുക്ക് റീലായിട്ടുണ്ട്. കേരളത്തിൽ തന്നെ യൂട്യൂബ് ചാനൽസ് തന്നെ ഒരുപാടുണ്ട്. AXNലൊക്കെ അതിനെപ്പറ്റി വലിയ പ്രോഗ്രാംസ് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്നത് അയാളുടെ ഫേസ് റിവീൽ ചെയ്യില്ല, പക്ഷെ അപ്പം മജീഷ്യൻ സ്ക്വാഡ് ഒരു പ്രത്യേകതരം മാസ്ക് ഒക്കെ ഇട്ടിട്ടുള്ളൊരു ഫേസ് ആയിരുന്നു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ഇതാണല്ലേ ഇതിന്റെ പിന്നിൽ നിന്നുള്ള നമുക്ക് പിന്നെ എക്സൈറ്റ്മെന്റ് പോയി. മെന്റലിസത്തിന്റെ തന്നെ പല ട്രിക്കുകൾ റിവീൽ ചെയ്ത യൂട്യൂബ് ചാനൽസ് ഒരുപാടുണ്ട്. അപ്പം അതിനോട് എന്താണ് ഒരു ടേക്ക്, എന്താണ് ശരിക്കും പറയുന്നത്? ഓരോ മനുഷ്യനും ഓരോ മാനസിക നിലയല്ലേ, പിന്നെ അവരുടെ അന്നമായിട്ട് അവരത് കാണിക്കുന്നു. അപ്പം നമ്മളതിനെ എന്നാ പറയുന്നു, എന്നാ പറയാനാ അതിനകത്തിരിക്കുന്നത്? അവരതിൽ സന്തോഷിക്കുന്നു. ചില ആൾക്കാരെ വേദനിപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ എന്ന് പറയുന്ന ഒരു സന്തോഷവും, പിന്നെ അതൊരു വരുമാന മാർഗവുമായിട്ട് അത് ഉപയോഗിക്കുന്നു. അതിന് നമ്മൾ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഈ വേശ്യ പരിപാടിക്കൊക്കെ പോവാന്ന് പറയല്ലേ, അത്രയുള്ള അതിൻ്റെ അർത്ഥം. ആ സാധനം തന്നെ ചെയ്തിട്ട് ഇവിടെ വലിയ പേരെടുക്കാൻ ശ്രമിക്കുന്ന ചില ആൾക്കാരൊക്കെ എനിക്കറിയാം. ഉണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ. നമുക്ക് ആരെ പേര് പറയാൻ പറ്റില്ല, സ്റ്റിൽ അങ്ങനെ ഉണ്ട് ഒരുപാട് പേര്. ഓക്കെ, അപ്പൊ അതൊക്കെ നമ്മളിങ്ങനെ കാണുക. നമ്മൾ ഈ യൂണിവേഴ്സിൽ തന്നെയല്ലേ ജീവിക്കുന്നത്, എല്ലാം നമ്മൾ കാണുക. എല്ലാത്തിനോടും പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യത്തിലൂടെ മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനത്തെ ഉള്ളുകളും കല്ലുകളും ഒക്കെ ഉണ്ടാവും. അതിലൊക്കെ ചവിട്ടി വേണം പോകാനായിട്ട്. നല്ല നല്ല കുറേ ആൾക്കാർ വരും, നല്ല പ്രൊഫഷണലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഇതിനോട് അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് ഇതിനെ അടുത്തൊരു ലെവലിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ വരും, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. കുറച്ച് രസകരമായിട്ടൊരു കാര്യം ചെയ്യട്ടെ. ഇപ്പം ഏതെങ്കിലും ഒരു നാട്ടിൽ ചെല്ലുന്നു, ഇപ്പം സോക്കോൾഡ് ഒരു ദിവ്യൻ അങ്ങനെ ആകുന്ന ഒരാളെ കാണുന്നു. ഇത് ഹൈപ്പോത്തറ്റിക്കലായിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. അദ്ദേഹം അല്ലെങ്കിൽ ആ വ്യക്തി നിബിൻ ആരാണെന്ന് അറിയില്ല. നിബിന്റെ മുമ്പ് ഇങ്ങനെ അദ്ദേഹത്തിന് മാന്ത്രികത പ്രസന്റ് ചെയ്യാന്ന് വെച്ചാൽ നിബിൻ അറിയാം ഈ പരിപാടി എന്താണെന്ന് അറിയാം. അങ്ങനെ സ്വയം പൊട്ടനായിട്ട് നിന്ന് കണ്ട് കൈയടിക്കേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് ഈ ജ്യോതിശാസ്ത്രവുമായിട്ടൊരുത്തൻ വന്നായിരുന്നു. നിങ്ങളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം, അതിന് 50 രൂപ അങ്ങോട്ട് ആദ്യം തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്കറിയാം ഇത് കോൾ റീഡിങ് എന്ന് പറയുന്ന സാധനമാണ്. അതായത് കോൾ റീഡിങ് എന്ത്, ബാർണം സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സോറി, ബാർണം സ്റ്റേറ്റ്മെന്റ്. ഇതൊക്കെ യൂണിവേഴ്സൽ ആയിട്ടുള്ളതാണത്. നമ്മൾ ഇവിടെയൊക്കെ ഇത് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ, മനസ്സിലായില്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് ഒരു 100 എണ്ണം ഉണ്ട്, 100-120 എണ്ണം ഉണ്ട്. ഈ ലൈനുകളെല്ലാം നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഫുൾ ഭാവി ഭൂതങ്ങളെല്ലാം പറയുന്നത് പോലെ അവർക്ക് തോന്നും. ഇപ്പൊ സുമേഷിന്റെ വീട് എനിക്കറിയില്ല. സുമേഷിന്റെ വീട്ടിലേക്ക് ശരിക്കും വരുമ്പോൾ 2 വഴികളിലൂടെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ മനസ്സിലായി, ശരിയല്ലേ? സ്വാഭാവികമായിട്ടും എല്ലാ വീട്ടിലും 2 വഴി ഉണ്ടാവും. അത് ഇങ്ങനെ വെച്ചുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ഇതൊന്നും മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ കൺവിൻസ് ചെയ്ത് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും. അതിനകത്ത് നിങ്ങളുടെ ഇമോഷൻസിനെയും കൊണ്ടുവന്നിടാൻ പറ്റും. നിങ്ങൾ പോലും ചില കാര്യങ്ങൾ അറിയാണ്ട് പറയും. ഞാൻ ജോലിയുടെ കാര്യത്തിനകത്ത് ഇത്ര പ്രശ്നമായിരുന്നു, വരികയല്ലേ, ഇപ്പം മറ്റേത് മുകളിലിരിക്കുകയാണ്, അത് താഴോട്ട് വരട്ടെ, അതിനുവേണ്ടി ഒരു കാര്യം ചെയ്യേ, ഇന്നത് ചെയ്താൽ മതി. ഇങ്ങനെ ആ സ്ക്രിപ്റ്റിങ് ഒരു ബൈഹാർട്ട്, ഇവർക്കതേ അറിയുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം ഞാനത് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കേൾക്കാറില്ല. അപ്പോൾ വൈഫും ഞാനും കൂടി ഇങ്ങനെ കേൾക്കും, ഫുള്ള് കേട്ട് ചിരി കഴിഞ്ഞിട്ട് പൈസ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ചേട്ടാ ഇതാണ്. അവർക്കപ്പോൾ ഇൻസ്റ്റഗ്രാമും ഇല്ല, യൂട്യൂബും ഇല്ല, അവർ ഇതൊന്നും അറിയത്തുമില്ല. പിന്നെ ഇവരെ നമ്മൾ എന്നാ ചെയ്യണ്ടേ? അവരെ ഒരു മനുഷ്യനാണ്, ഇവർ ചെറുപ്പത്തിൽ ഇവിടുന്നോ കാരണവന്മാരുടെ അടുക്കൽ നിന്ന് പഠിച്ച ഒരു കാര്യങ്ങൾ, അത് പഠിപ്പിച്ചവർക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് സയന്റിഫിക് ഒന്നും അറിയില്ല. ഇവരിതെല്ലാം ബൈഹാർട്ടാക്കി ചെറുപ്പം മുതൽ തലയിൽ ഇരിക്കുന്നതാണ്. ഇതിങ്ങനെ പറയണം, അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ പറയുന്നത്. കാരണം ഈ നമ്മുടെ ഭാവിയും ഞാൻ ഇനി എന്തായി തീരും എന്നുള്ളതൊക്കെ അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി. ഇന്നും പത്രമാധ്യമങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാ വീക്കിലും
മറ്റേ ഇതുണ്ട് ജ്യോതിഷത്തിൽ ഉണ്ട്, ഉണ്ട്. ഇന്നയാളുടേത് മറ്റേത് മറിച്ചത് സാധനം ഉണ്ട് ഇല്ലേ? അവർ ഞാൻ ഒരിക്കലും ഒരു പത്രക്കാരനോട് ചോദിച്ചത്, പത്രത്തിലെ ഒരു ടോപ്പ് ഒഫീഷ്യലിനോട് ചോദിച്ചതാണ്, ഇത് നിങ്ങൾക്ക് നിർത്തിക്കൂടെ, ഇതിന് പ്രേക്ഷകനുണ്ട്, ഇതിനു വേണ്ടി തന്നെ പത്രം വരുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് അവരുടെ ബിസിനസ് നോക്കണ്ടേ? ജ്യോത്സ്യന്മാർ കിട്ടും, ആളുകൾ കിട്ടും, സിദ്ധനിട്ടൊക്കെ നന്നായിട്ട് കൊട്ടുന്നുണ്ട്. ഈ സത്യമല്ലേ പറയുന്നത്? അതെ, അവരതിനെ എതിർക്കുന്നത് വെച്ചാൽ അവർ മനസ്സിലാക്കണമല്ലോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊള്ളയായ കാര്യമാണെന്ന്. ഇപ്പം ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രമാണോ? സംസ്കൃതത്തിൽ ശാസിക്കപ്പെടുന്നത് എന്ന് പറയുന്ന ഒരു വാക്കാണ്, അല്ലാതെ സയൻസ് എന്ന് പറഞ്ഞ അർത്ഥമല്ല. ആസ്ട്രോണമി എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. എന്താണ് ആസ്ട്രോണമി? ആസ്ട്രോണമി നക്ഷത്രങ്ങളെക്കുറിച്ചിട്ട്, ഗ്രഹങ്ങളെക്കുറിച്ചിട്ട്, സൂര്യനെക്കുറിച്ചിട്ട്, അവരുടെ അകലങ്ങളെക്കുറിച്ചിട്ട്, അതിൻ്റെ സഞ്ചാരപഥങ്ങളെക്കുറിച്ചിട്ട് പഠിക്കുന്നതാണ് ആസ്ട്രോണമി. ആസ്ട്രോളജി എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ ജ്യോതിശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന സാധനം സംസ്കൃതത്തിലെ ശാസിക്കപ്പെട്ടത് എന്ന വാക്കിൻ്റെ മലയാള പദമാണ്, അല്ലാതെ സയൻസ് എന്നുള്ള സാധനമല്ല. അതിനകത്ത് ഒരു സയൻസും ഇല്ല. എവിടെയെങ്കിലും തെളിയിക്കുകയാണെങ്കിൽ ഞാൻ തൊപ്പി വെക്കുന്ന നിർത്തിയേക്കാം. എനിക്ക് വളരെ പുതിയുള്ള അറിവുകളാണ് പുതിയ ഇതൊക്കെ കാലങ്ങളായിട്ടാണ് എല്ലാവർക്കും പറയുന്നതല്ലേ. ഞാൻ എന്തോരോ വർഷങ്ങളായിട്ട് എല്ലാം നോക്കിയാൽ മതി, ഇത് അറിയാവുന്ന ആൾക്കാർ പറയുന്നത് കേൾക്കാമല്ലോ. ഇങ്ങനെ ഈ ജ്യോതിശാസ്ത്രം കാരണം എത്ര പേർക്ക് ചൊവ്വാദോഷം ഉണ്ടായിട്ട് ജീവിതം കോഞ്ഞായിട്ടായിട്ട് വീട്ടിൽ കൊണ്ടുവരുന്നത്, എത്ര കല്യാണങ്ങൾ മുടങ്ങിയിട്ട് അവർ സങ്കടപ്പെട്ടിരിക്കുന്നു. ഇല്ലെന്നാണ് പറയുന്നത്. എന്തുള്ളത്, എന്താ ഉള്ളത്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് നമുക്ക് കൃത്യമായിട്ട് ഫലം ഉണ്ടാവും. അല്ലാതെ ഈ ഗ്രഹങ്ങളാണ് നമ്മൾ ഇവിടെ ഇരിക്കുക, അത്രയും മൈല് നോട്ടിക്കൽ മൈലല്ലോ, ഇത്രയും മൈലപ്പുറത്ത് കിടക്കുന്ന ഗ്രഹങ്ങൾ, ഇവിടെ പോകുന്ന പാമ്പിനും പല്ലിക്കും നമ്മൾ ഇവിടെ അൽഫാം അടിക്കുന്ന ചിക്കന് പോലും ഇല്ലാത്ത നമുക്ക് മാത്രം ഗ്രഹങ്ങളുടെ പ്രശ്നങ്ങൾ. അല്ല, ചുമ്മാ ആലോചിക്കുക. നമുക്കിതൊക്കെ ചിരിക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തോരെ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് ആലോചിക്കുക. എക്സാക്ട്ലി. ഇന്നും അത് നടക്കുന്നുണ്ട്. ഈ ഞാൻ ചോദിക്കും, ഇപ്പം ഇത്രയും ചിന്തയൊക്കെ, ഇത്രയും അറിവുള്ള ഒരാളുടെ ഫാമിലി അവർ ദൈവവിശ്വാസികളാണോ? അവർക്ക് ഇതിലൊക്കെ വിശ്വാസമുണ്ട്? അല്ലെങ്കിൽ അവരെന്തെങ്കിലും ചെയ്ത് കഴിയുമ്പം നിവിൻ പറയും ഇത് ഇങ്ങനെയല്ല, നിങ്ങൾ ചെയ്യരുത്, അങ്ങനെ പറയുമോ? കൂടെ ഉള്ള അഭിപ്രായം ഞാൻ പറയുന്നു. അവർക്കതിൽ സന്തോഷം ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിത് ചെയ്യുന്നു. അതിനെ നമ്മൾ റിബലാകുമ്പോൾ ഞാൻ ശത്രു ആവുകയല്ലേ ചെയ്യുന്നു. ഇത് ന്യൂനപക്ഷമാണ്, മറ്റേത് ഭൂരിപക്ഷമാണ്. എന്തിനാണ് അവരെ വേദനിപ്പിക്കുന്നത്? നമ്മൾ ഇൻസൈറ്റ്സ് ഇട്ട് കൊടുത്താൽ പോരെ. അവർക്കത് തോന്നിയാൽ അവർ ചെയ്യട്ടെ. ഇപ്പം എൻ്റെ കമ്പാനിയൻ, എൻ്റെ വൈഫ്, അവൾ ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് 16 വർഷമായി. ഈ 16 വർഷത്തിലൊരു 14ാമത്തെ വർഷം മുതൽ, അല്ലെങ്കിൽ 14 വർഷമായിട്ട് എൻ്റെ ട്രാക്കാണ് നമുക്ക് ബോധ്യമായി. എന്നാലും ഇടയ്ക്കൊക്കെ ഒരു പിയർ പ്രഷറിൻ്റെ ഭാഗമായിട്ട് അറിയാണ്ട് ചില കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് മനസ്സ് ചുമ്മാ ഒന്ന് പോകും. ഒന്ന് സ്ത്രീയാണെന്നുള്ളൊരു തോട്ട്, 2 അവരെല്ലാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളും ചെയ്യണ്ടേ എന്നുള്ളൊരു തോട്ട്, നിനക്കത് ചെയ്യണമെന്ന് തോന്നുന്നു നീ ചെയ്തോളൂ എന്നുള്ളത് പറയുന്നതിനകത്ത് എൻ്റെ സപ്പോർട്ടും ഉണ്ടാവും. നമ്മളാരെയും എൻ്റെ ഇഷ്ടത്തിലേക്ക് ഞാൻ വരുതിയിലേക്ക് കൊണ്ടുവരാമെന്ന് ഞാൻ ശ്രമിക്കാറില്ല. നമ്മൾ പറയും, അത് ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ. മനസ്സിലായി. ഇതിനെ വേദനിപ്പിച്ചിട്ട് നമ്മൾ സന്തോഷിക്കുന്നത് ശരിയാണ്. ഈ സ്റ്റേജ് ഷോസ് ഒക്കെ അവതരിപ്പിക്കുമ്പോഴേ എപ്പോഴെങ്കിലും ഇതൊന്നും ഹാൻഡിൽ, മനുഷ്യൻ്റെ ഇമോഷൻസിലൊക്കെ കൂടെ ആയിരിക്കും ചിലപ്പോൾ കടന്നു പോകുന്നത്. ഒരാളെ വിളിച്ച് കഴിയുമ്പം ഈ ഒരു ബാലൻസിങ് എങ്ങനെയാണ്? ചിലപ്പോൾ ഒരു പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നു? ഇതിൻ്റെയൊക്കെ ഒരു ഗുണം എന്താണെന്നറിയോ? സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. എന്താണ് അടുത്തത് ചെയ്യേണ്ടതെന്ന് ഞാൻ പ്ലാൻ ചെയ്യും. അത് ഒരാൾക്ക് കയറി വരുന്ന ഒരാൾക്ക് അറിയില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് പാളിപ്പോയൊരു സാധനം പ്രേക്ഷകനും അവർക്കും മനസ്സിലാവരുത് അത് പാളിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുള്ള പ്ലാൻ ബി, പ്ലാൻ സി, പ്ലാൻ ഇറു വരെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്.